ഈ ഓണം കഴിയുമ്പോഴേക്കും കാറില്ലാത്ത എല്ലാവരുടെ വീട്ടിൽ ഓരോ കാറ് വേണം. അതാണ് എൻ്റെ സ്വപ്നം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ചെറുവാഹനങ്ങളാണ് ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ചെറുവാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോറൂമിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലൈൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങളും അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം വരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇഷ്ടം പോലെ കാറുകൾ, അതും പല കമ്പനികളുടെ കാറുകളുണ്ട്. ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും വാറണ്ടി ഉണ്ട്, +3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ഷോറൂം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കിടിലൻ ഷോറൂമായിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ പ്രിയോറിറ്റി യൂസറുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ഓഗസ്റ്റ് മാസം ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, നമുക്കിപ്പോൾ വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഓണം ഓഫറുകളും കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് നമ്മൾ പറയുന്ന വിലയിൽ നിന്ന് 5000 രൂപ മുതൽ 10,000 രൂപ വരെ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് പുറമെ മാർദ്ര ജെനുവിൻ അക്സസറീസ് 5000 രൂപ വില വരുന്ന മാർദ്ര അക്സസറീസ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതിപ്പോൾ 1 ലക്ഷം രൂപയുടെ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓഫറിന് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്കുള്ളത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ മാസത്തെ മുഴുവൻ സ്റ്റോക്ക് പെട്ടെന്ന് കണ്ടുവരാം. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ തിരയുന്ന മാരുതി ഓൾട്ടോ 800 6 മാസത്തെ വാറണ്ടി +3 ഫ്രീ സർവീസോട് പോയിട്ട് നമ്മുടെ അടുത്ത് സെയിലിന് വന്നിട്ടുണ്ട്. ഇത് 2019 മോഡൽ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ്. 63,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് കൂടാതെ ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, +3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാം. മീഡിയം ബഡ്ജറ്റിൽ ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനമാണ് നോക്കുന്നതെങ്കിൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2014 മോഡലാണ്. LX ആണ് വേരിയന്റ് വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവലാണ്. 78,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ടയറും നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ഇത് 2014 മോഡൽ വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ക്രെറ്റ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് 2016 മോഡൽ ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. S ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവലാണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓൾട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. 6 മാസത്തെ വാറണ്ടി +3 ഫ്രീ സർവീസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗിന് പുറമെ ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ്, ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. ഓണം പ്രമാണിച്ചിട്ട് മാരുതി ജെനുവിൻ അക്സസറീസും കാര്യങ്ങളൊക്കെ തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇതിന് 6 മാസത്തെ വാറണ്ടി +3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഈ ഒരു വാഗനറിന് 6 മാസത്തെ വാറണ്ടി +3 ഫ്രീ സർവീസ് ഉണ്ട്. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2020 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. VX ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 47,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഇതിന് 6 മാസത്തെ വാറണ്ടി +3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിൽ 4 പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,35,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. ഓണത്തിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സിലിണ്ടർ സ്വിഫ്റ്റ് കാർ നോക്കുകയാണെങ്കിൽ നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2019 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. LX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. LX ആണെങ്കിൽ കൂടി ഇതിൽ റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, അതുപോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. വെറും 53,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 5,25,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഇതിന് 6 മാസത്തെ വാറണ്ടിയും +3 ഫ്രീ സർവീസ് ഉണ്ട്. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടിയും +3 ഫ്രീ സർവീസോട് കൂട്ടി ഈ ഒരു വാഗനർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2024 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. ZX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ മാനുവലാണ്. 70,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. എസ്റ്റിംഗ് അളക്ക് അവൈലബിൾ ആണ്. 4 പവർ വിൻഡോ, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് അളക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും അളക്ക് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് 1 വർഷത്തെ വാറണ്ടിയും +3 ഫ്രീ സർവീസും കൊടുക്കുന്നത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,85,000 രൂപ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2016 മോഡൽ ഗ്രാൻഡ് ആയിട്ടാണ്. മാഗ്നയാണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്.
പെട്രോൾ എഞ്ചിനാണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ ABS എയർബാഗ് കാണാനൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,40,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരും. മാക്സിമം ഓഫറും ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി സിയാസ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2016 മോഡലാണ്. VXA+ ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവലാണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിനവർ ചോദിക്കുന്ന പ്രൈസ് 5,45,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ എന്ന് പറഞ്ഞു. 4 ഡോർ പവർ വിൻഡോസ് ABS എയർബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും കാണാനൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ഹ്യുണ്ടായിയുടെ i20. ഈ ഒരു ഫേസിൽ വരുന്ന വാഹനത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2014 മോഡലിലെ ഹ്യുണ്ടായിയുടെ i20 ആണ്. മാഗ്നയാണ് വേരിയന്റ്. പെട്രോൾ മാനുവൽ ആണ്. 78,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. 4 ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സെൻട്രൽ ലോക്ക് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി സെലേറിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2015 മോഡൽ സെലേറിയോ ആണ്. VXA ആണ് വേരിയന്റ്. 4ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ സിസ്റ്റം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റും കാണാനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപയാണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഒരു വാഹനത്തിന് ഇവർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓഗസ്റ്റ് മാസം എടുക്കുകയാണെങ്കിൽ ഓണം പ്രമാണിച്ചിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റും കാണാനൊക്കെ ഉണ്ട്. ചെറുവാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് വാഹനമായിട്ട് മാറിക്കഴിഞ്ഞു മാരുതി എക്സ്പ്രസോ. നല്ലൊരു വാഹനം, 6 മാസം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസോട് കൂടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2020 മോഡലാണ്. VXA ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 58,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ABS എയർബാഗ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ടയറും ഞങ്ങൾക്ക് നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ 6 മാസത്തെ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസും കൊടുക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ചെറിയ വിലയിൽ ഒരു ഡീസൽ വാഹനം നോക്കുകയാണെങ്കിൽ 2013 മോഡൽ ടാറ്റയുടെ ഇൻഡിക നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. കോളറ ജെറ്റ് ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം 1,00,000 സംതിങ് ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സേഫ്റ്റിയും പെർഫോമൻസും ലുക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ ടാറ്റ അൾട്രോസ് നല്ല ബെസ്റ്റ് വാഹനമാണ്. 2020 മോഡലിൽ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് ആണ്. XZ ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 55,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ABS എയർബാഗ് സെൻട്രൽ ലോക്ക് കാണാനൊക്കെ വരുന്നുണ്ട്. വിത്ത് അലോയിലും കാണാനൊക്കെ വരുന്നുണ്ട്. ടയറും കാണാൻ കണ്ടീഷൻ ടയേഴ്സ് ആണ്. നീറ്റ് ആണ് ഉള്ളും പുറമൊക്കെ. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടി ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഓണം പ്രമാണിച്ചിട്ടുണ്ട്. പോരാത്തതിന് മാരുതി ജെനുവിൻ അക്സസറീസ് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. VXA ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,70,000 രൂപ. ഇത് 2015 മോഡൽ മാരുതി ഓൾട്ടോ 800 ആണ്. LXA ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് 2,40,500 രൂപ. ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാം. ഇത് 2016 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. VXA ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സീറ്റ് കവേഴ്സും ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. 3,60,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടോ കേട്ടൺ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓണം പ്രമാണിച്ചിട്ട് ഡിസ്കൗണ്ടും ഓഫറൊക്കെ ഉണ്ട്. ഇത് 2017 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. VXA ഓപ്ഷനിലാണ് വേരിയന്റ്. അതായത് ഇതിൽ എയർബാഗ് കാണാനൊക്കെ വരുന്നുണ്ട്. സിംഗിൾ എയർബാഗ്, 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും കാണാൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാണുന്നില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം കാണാനൊക്കെ ഉണ്ട്. ഓണം പ്രമാണിച്ചിട്ട് ഈ വാഹനം ഈ ഓഗസ്റ്റ് മാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയുന്ന വിലയിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ട്. പോരാത്തതിന് മാരുതി ജെനുവിൻ അക്സസറീസ് 5,000 രൂപയുടെ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. 2 ലക്ഷം രൂപയ്ക്ക് താഴെ നല്ലൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന മാസം ചെറിയൊരു EMI വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വാഹനമാണ് ഓൾട്ടോയുടെ 800. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2013 മോഡൽ ഓൾട്ടോ 800 ആണ്. LXA ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 70,000 കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ കാണാനൊക്കെ വരുന്നത്.
വരുന്നുണ്ട്. പോരാത്തതിന് നല്ല സീറ്റ് കവേഴ്സും കാണാൻ ചെയ്തിട്ടുണ്ട്. ടയറും കാണാൻ കണ്ടീഷൻ ടയേഴ്സാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 1,95,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഓണത്തിന് സ്പെഷ്യൽ ഗിഫ്റ്റിംഗ് അടക്കം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇത് 2019 മോഡലിൽ ഡാറ്റ്സൺ കമ്പനിയുടെ റെഡിഗോ എന്ന് പറയുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ വരുന്ന നല്ലൊരു ചെറുവാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 1,95,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പോരാത്തിന് ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ലാതെ വാഹനം പർച്ചേസ് ചെയ്യാം. ഏതൊരാൾക്കും കാർ എന്നുള്ള സ്വപ്നത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റ കമ്പനിയുടെ ഈ ഒരു നാനോ പറയുന്ന വാഹനം. ചെറിയൊരു എമൗണ്ടിന് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2015 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇത് ടിസ്റ്റ് XT എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. അതിന് പുറമെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേരിയൻ്റ് ആണ്. അതാണ് ടിസ്റ്റ് XT എന്ന് പറയുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തിന് കുറച്ച് ചോദിക്കുന്ന പ്രൈസ് 1,05,000 രൂപയാണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്.